കണ്ടോ? ആ കണ്ണും കൈ കാണിച്ചപ്പോഴത്തേക്ക് ചാടി അങ്ങോട്ട് ഇറങ്ങാ. ഒരുപാട് കാര്യങ്ങൾ മോൾ അങ്ങനെ കൂടെ വിസ്തരിച്ച് പറയല്ലേ. ആരോട് പറയണം, ആരോട് പറയണം? നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അവിടെ താമസിക്കുന്നത് നിനക്കെന്താ? അയ്യോ എനിക്കൊന്നുമില്ല. എന്ത് യോഗ്യത ഉണ്ടായാക്ക് ഇവിടുത്തെ യോഗ്യത പറയേണ്ട കാര്യം നിനക്കില്ല. നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഈ കുടുംബത്ത് വരാൻ? എനിക്ക് നല്ല യോഗ്യത ഉണ്ട്. എന്നെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു. അയ്യോ കെട്ടിച്ചു കിട്ടുന്ന പറഞ്ഞാൽ ശരി. അന്തസ്സിന്റെ കാര്യം ഒന്നും പറയണ്ട. എനിക്ക് നല്ല സ്ത്രീധനം തന്നിട്ട് എന്നെ അല്ലാതെ വന്നതല്ല കേട്ടല്ല. എന്റെ ക്ലീറ്റോയ്ക്ക് ഒന്നുമില്ലെങ്കിൽ എന്താ, ക്ലീറ്റോയ്ക്ക് അന്തസ്സുണ്ട്, നല്ല പേരുണ്ട് അവിടെ. കല്യാണത്തിന് വന്നവരൊക്കെ ഉണ്ടല്ലോ ഓരോന്ന് പറഞ്ഞിട്ട് തൊലി ഉരിഞ്ഞു പോയി. തൊലി ഉരിഞ്ഞു പോവും. കല്യാണത്തിന് വന്നിട്ട് എന്റെ കല്യാണത്തിന് വരുമ്പോ ഇയാളെ കാണുമ്പോ എല്ലാരും പറഞ്ഞു അയ്യോ ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കാണല്ലോ വിട്ടേന്ന്. പിന്നെ എന്റെ ആങ്ങളെ എന്ത് നല്ല തങ്കപ്പെട്ട കൊച്ചായിരുന്നു. അവരെ കെട്ടി നീ നശിപ്പിച്ചറിയില്ലടി. കേറിയ പിന്നെ ഈ കുടുംബം മുടിഞ്ഞെന്നാ അമ്മ പറയണ. അയ്യടാ നീ എന്ന് ഈ കുടുംബത്ത് കിടന്ന അന്ന് ഇതിന്റെ ഐശ്വര്യം കേട്ടതാ. ആടല്ലേ ഇവിടെ വന്ന് കെഞ്ചിയപ്പോ എന്റെ 2 വള കൊണ്ടുപോയത് എവിടെ? ആര് തന്നു? എനിക്ക് എന്റെ ആങ്ങളെ എന്റെ കയ്യിൽ വെച്ചല്ല. ആങ്ങളെ കൊണ്ട് തന്നോന്നല്ല, എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ എനിക്ക് തന്നു വിട്ടല്ല. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഇവിടുന്ന് ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോകണില്ല. പൈസ മുഴുവൻ നീ ബാഗിൽ വെച്ച് അങ്ങോട്ട് കടത്തല്ലേ കള്ളി, പെരും കള്ളി. ഒരെണ്ണം വെച്ച് തരുമ്പോ ഇവിടെ പറഞ്ഞത് വീട്ടിൽ ഇവിടെ വലിഞ്ഞു കയറി വന്നതാണ്. ടീച്ചർ പോങ്ങനെ എന്തൊക്കെ അനാവശ്യം പറഞ്ഞോളൂ. കൊറേ നാളായല്ലോ നീ ഇവിടെ കിടന്ന് നേളിക്കാൻ തുടങ്ങിയിട്ട്. അല്ല നീ നിന്റെ കെട്ടിയടുത്ത് കളിക്കും പോലെ ഇവിടെ ഞങ്ങളടുത്ത് കളിക്കരുത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. അല്ലാതെ ഇവിടെ കൂടുതൽ കളിക്കരുത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് എഴുന്നോണ്ട് പോയല്ലോ എന്റെ മാല എടുത്തോണ്ട് വാപ്പാണ്. നീ കേക്കണുണ്ടല്ലോ ഇവള് വന്നേ പിന്നെയാണ് ഞാനും എന്റെ അളിയന് എന്ത് സ്നേഹമായിരുന്നു. ഇവള് അവനോട്ട് എന്ത് സൗഹാർദ്ദം, എന്ത് സ്നേഹമായിരുന്നു. ഇവള് വന്നേ പിന്നെ എല്ലാം തുളച്ചുവിടും. അതെന്താണെന്നറിയാമോ? ഇവിടെ ഉണ്ടാക്കുന്ന സകല സാധനങ്ങളും അങ്ങോട്ട് ഒഴുകി. നിന്നെ കഥയൊന്നും പറയണ്ട. ഇവിടെ എന്തിനാ കൂടെ എല്ലാ ദിവസവും ഓടി ഓടി പോണെന്നൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം. അയ്യോ അവിടുന്ന് കൊണ്ടുവന്ന ചേമ്പ് ചേനയൊക്കെ തിന്നപ്പോഴേ ഇതൊന്നും കണ്ടില്ലല്ലോ. സത്യം പറയട്ടെ, എന്റെ അളിയൻ പാവപ്പെട്ടന് മണ്ടയ്ക്ക് എവിടെ വെച്ച് കിട്ടിയതാണ്. നല്ല ഇവിടെ സ്വഭാവം ഉണ്ടല്ലോ, വെറും അഴുക്കാണ്. ഞാൻ അന്വേഷിച്ച് പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോ 4-5 ചെറുക്കന്മാർക്ക് കത്തും കൊടുത്ത് അവന്മാരെ വഴിയാതാരാക്കിട്ട് അവള് വന്നു. സ്വഭാവം